മനുഷ്യർ പല വിധത്തിലുണ്ടല്ലേ? ചിലരെ എല്ലാവർക്കും ഇഷ്ടപ്പെടും, ചിലരെ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. വളരെ ശാന്ത സ്വഭാവമുള്ള ഹമ്പിളായ ആൾക്കാരെ പൊതുവെ എല്ലാവർക്കും തന്നെ ഇഷ്ടമാണ്. ശരിയല്ലേ? എന്നാൽ അങ്ങനെയുള്ള ആൾക്കാർക്കിടയിലും നാർസിസിസ്റ്റുകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഉണ്ട് കേട്ടോ. അവരെയാണ് നമ്മൾ കൊവേർട്ട് നാർസിസിസ്റ്റുകൾ എന്ന് പറയുന്നത്. എന്ന് കരുതി ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ ശാന്തം സ്വഭാവമുള്ള എളിമയുള്ള മനുഷ്യരെല്ലാം കൊവേർട്ട് നാർസിസിസ്റ്റുകളാണ് എന്നല്ല ഞാൻ പറയുന്നത്. കൊവേർട്ട് നാർസിസിസ്റ്റുകൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ആദ്യത്തെ ഇംപ്രഷൻ വളരെ സൈലൻ്റായ, വളരെ ഹമ്പിളായ, വളരെ ശാന്തമായ, എന്നാൽ ഇമോഷണലി സെൻസിറ്റീവായ ആൾക്കാരായിട്ടാണ് നമുക്കിവരെ ആദ്യം ഫീൽ ചെയ്യുന്നത്. കൊവേർട്ട് നാർസിസിസം എന്ന് ഞാൻ പറയുമ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും ഒരു സംശയം തോന്നും, അങ്ങനെയുണ്ടോ ഒരു നാർസിസിസം എന്ന്. എന്നാൽ അങ്ങനെയും ഉണ്ട്. ഇതൊരു ടൈപ്പാണ്. പല ടൈപ്പുകളുണ്ട്. മലിഗ്നന്റ് നാർസിസിസം, കൊവേർട്ട് നാർസിസിസം, പിന്നെ സെക്ഷൽ നാർസിസിസം, കമ്മ്യൂണൽ നാർസിസിസം, അങ്ങനെ പോകുന്നു. പൊതുവെ നമ്മൾ കേട്ടിട്ടുള്ളത് ഒവേർട്ട് നാർസിസിസവും കൊവേർട്ട് നാർസിസിസവുമാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ആണ്. അത് ഞാൻ പറയാം. ഇതിൽ കൊവേർട്ട് നാർസിസിസത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഏബിൾ രഞ്ജു എന്ന അക്കൗണ്ടിൽ നിന്ന് എനിക്ക് വന്ന റിക്വസ്റ്റ് ആണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. എലിസബത്ത്, ബാല, അമൃത ഇവരുടെയൊക്കെ ഇഷ്യൂ റിലേറ്റഡ് ആയിട്ട് ഞാൻ നാർസിസത്തെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ട ഒരാൾ എനിക്ക്, വ്യൂവേഴ്സിൽ ഒരാൾ എനിക്ക് റിക്വസ്റ്റ് ചെയ്തതാണ്, മലിഗ്നന്റ് നാർസിസിസവും അതുപോലെ തന്നെ കൊവേർട്ട് നാർസിസിസവും എന്താണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട്. എനിക്ക് സമയം കിട്ടിയത് ഇപ്പോഴാണ്. എനിവേ താങ്ക് യു ഏബിൾ കാരണമാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ കൊവേർട്ട് നാർസിസിസം മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. നമ്മൾ വേറൊരു വീഡിയോയിൽ മലിഗ്നന്റ് നാർസിസിസത്തെ കുറിച്ച് പറയുന്നതായിരിക്കും. അത് അല്ലെങ്കിൽ ഈ വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോവും, അതുകൊണ്ടാണ്. എനിവേ താങ്ക് യു. നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. നാർസിസിസം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് എന്താണ്? വളരെ ലൗഡായ, അതുപോലെ തന്നെ വളരെ അഗ്രസീവായ, അരഗൻ്റായ, അറ്റൻഷൻ സീക്കിംഗ് ആയ ആൾക്കാർ അല്ലേ? ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് കൊവേർട്ട് നാർസിസിസം. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ ഈ അരഗൻ്റായ, ലൗഡായ ആൾക്കാരെ ആ നാർസിസിസ്റ്റുകളെ പറയുന്നതാണ് ഒവേർട്ട് നാർസിസിസം. അതിന്റെ ഓപ്പോസിറ്റ് ആണ് കൊവേർട്ട് നാർസിസിസം. കൊവേർട്ട് നാർസിസിസ്റ്റുകളെ എളുപ്പം നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവർ വളരെ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. വളരെ ശാന്തമായിട്ടാണ് നമുക്ക് ഇവരെ ഫീൽ ചെയ്യുന്നത്. വളരെ സെൻസിറ്റീവ് ആയിട്ട് ആൾക്കാരായിട്ടാണ് നമുക്ക് ആദ്യം നല്ല പൊതുവെ ഇവരോട് ഇടപഴകി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇംപ്രഷൻ. ഇവരെ വൾണറബിൾ നാർസിസിസ്റ്റുകൾ എന്നും പറയാറുണ്ട്. ഇവർ ഇൻട്രോവേർട്ടുകളായിട്ടാണ്, വളരെ ഇൻസെക്യൂർ ആണ്, ഇമോഷണലി ഞാൻ പറഞ്ഞതുപോലെ വളരെ സെൻസിറ്റീവ് ആയിട്ടാണ്. പക്ഷേ സ്റ്റിൽ എല്ലാം ഇവർക്ക് ചുറ്റുമായിരിക്കും. അറ്റൻഷൻ സീക്കിങ് ഇവർക്കുണ്ട്. മറ്റുള്ളവർക്കത് മനസ്സിലാവത്തില്ല എന്നേ ഉള്ളൂ. അഡ്മിറേഷൻ ഇവർ വല്ലാതെ ക്രേവ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇവർക്ക് ജെന്യുവൻ ആയിട്ട് എമ്പതിയും ഇല്ല. അതാണ് ഈ കൊവേർട്ട് നാർസിസിസ്റ്റുകൾ. പൊതുവെ ഞാൻ ആദ്യം പറഞ്ഞ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ നാർസിസിസ്റ്റുകളുടെ എല്ലാ സ്വഭാവ സവിശേഷതകളും തന്നെ ഉണ്ട് ഇവർക്ക്. പക്ഷെ ഇവർ പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് വ്യത്യാസം. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഇതൊക്കെയാണ് കാണുന്നത്. എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി എങ്ങനെ ഇവരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ നമുക്ക് ഇവരെ റെക്കഗ്നൈസ് ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് ഇവരിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാം, ഈ കാര്യങ്ങളിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഇവരുടെ ലക്ഷണങ്ങൾ പറയാം. അതിൽ ഒന്നാമത്താണ് വിക്ടിം മെന്റാലിറ്റി എന്ന് പറയുന്നത്. കുറ്റപ്പെടുത്തലാണ് ഇവരുടെ ആയുധം. അവർക്ക് മോശമായിട്ട് എന്ത് സംഭവിച്ചാലും കുറ്റം മറ്റുള്ളവർക്കാണ്. ഒരിക്കലും ഇവർ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയല്ല. രണ്ടാമത്തത് പാസീവ് അഗ്രഷൻ. അതായത് ഡയറക്റ്റ് ആയിട്ട് ഇവരൊന്നും ചെയ്യുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് ക്രിട്ടിസൈസ് ചെയ്യുകയല്ല ആരെയും. പക്ഷേ സർക്കാസത്തിൽ കൂടി, അതുപോലെ തന്നെ വളരെ സൈലന്റ് ട്രീറ്റ്മെന്റിൽ കൂടി ഇവർ മറ്റുള്ളവരെ വേദനിപ്പിക്കും, അവരെ കൺട്രോൾ ചെയ്യും. മൂന്നാമത്തത് ഫ്രജൈൽ സെൽഫ് എസ്റ്റീം. ഇവർ സ്വയം ഇവരെ താഴ്ത്തിക്കെട്ടും. അതെന്തിനാന്ന് വെച്ചാൽ മറ്റുള്ളവർ ഇവരെ പുകഴ്ത്താൻ വേണ്ടിയിട്ടാണ്. ഇവർക്ക് അഡ്മിറേഷൻ വേണം. ഇവരെ സ്വയം താഴ്ത്തുന്നുണ്ടെങ്കിൽ ഇവർക്ക് അഡ്മിറേഷൻ വേണം, മറ്റുള്ളവർ ഇവരെ പുകഴ്ത്തണം എന്ന് ഇവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇവരെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് വല്ലാതെ ഇവരെ ഹിറ്റ് ചെയ്യും, വളരെ ഹാർഡായിട്ട് തന്നെ ഹിറ്റ് ചെയ്യും. അടുത്തത് ഹിഡൻ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്.
അവർ ഉറക്കെ പറയുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ എന്തോ ആണെന്നുള്ള വിചാരം, സ്മാർട്ടാണ്, ഞാൻ എല്ലാവരെക്കാളും മുകളിലാണ് എന്നുള്ളൊരു ചിന്ത ഇവരുടെ ഉള്ളിലുണ്ട്. ഇവരധികം പക്ഷേ ഇത് പുറത്തേക്ക് കാണിക്കില്ല. കൂടെയുള്ളവർക്ക് അങ്ങനെ മനസ്സിലാവുന്ന വിധത്തിൽ ഇവരത് പ്രകടിപ്പിക്കുന്നില്ല. അടുത്തതാണ് ലാക്ക് ഓഫ് എമ്പതി. ഒരു തരി പോലും ഇവർക്ക് ജെന്യുവൻ ആയിട്ടൊരു എമ്പതി മറ്റുള്ളവരോട് ഇല്ല. നമുക്ക് പക്ഷെ ഇവരെ എമ്പത്തറ്റിക് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷെ ജെന്യുവൻ ആയിട്ട് ഇവർക്ക് മറ്റുള്ളവരുടെ പെയിനെ റിലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പെയിനെ കണക്ട് ചെയ്യാൻ ഇവർക്ക് പറ്റില്ല. ഇനി അടുത്ത ലാസ്റ്റ് വൺ, എൻവി. നല്ല അസൂയുള്ള മനുഷ്യരാണ് ഇവര്. മറ്റുള്ളവര് തങ്ങളെക്കാൾ നന്നായിട്ട് എന്തെങ്കിലും ചെയ്യുന്നത് ഇവർക്ക് സഹിക്കില്ല. ഇൻഡയറക്റ്റ് ആയിട്ട് ഇവരതിനെ ചെറുതാക്കി പറഞ്ഞുകൊണ്ടിരിക്കും. ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഇവരുടെ എല്ലാ പ്രവൃത്തികളും. അപ്പൊ നമുക്ക് ലക്ഷണങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഈ കൊവേർട്ട് നാർസിസിസം എങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത് എന്നറിയാം. ഇവരുടെ കൂടെയുള്ള ജീവിതം നമ്മളെ ഇമോഷണലി വല്ലാതെ ഡ്രെയിൻ ചെയ്യും. നമ്മളെ കോൺസ്റ്റന്റ്ലി കുറ്റക്കാരായിട്ട് ഫീൽ ചെയ്യിപ്പിക്കും, കൺഫ്യൂസ്ഡ് ആക്കും. ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഇമോഷൻസിനെ മാനിപ്പുലേറ്റ് ചെയ്യും. അവരുടെ വിക്ടിം പ്ലേ മൂലം നമ്മൾ നമ്മുടെ വില, നമ്മുടെ വാല്യൂ നമ്മൾ സംശയിച്ചു പോവും. റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ അവരെപ്പോഴും നീഡി ആയിരിക്കും, വളരെ സെൻസിറ്റീവ് ആയിരിക്കും. അവരെ നമ്മൾ എപ്പോഴും സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കണം. പക്ഷെ തിരിച്ച് ഇങ്ങോട്ട് അത് ഉണ്ടാവുകയുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും നല്ലൊരു വിജയമുണ്ടായി, വലിയൊരു വിജയമുണ്ടായി എന്ന് കരുതുക. ഈ കൊവേർട്ട് നാർസിസിസ്റ്റുകൾ റെസ്പോണ്ട് ചെയ്യുന്ന രീതി നീ എന്തൊരു ലക്കി ആണെന്നായിരിക്കും. കാരണം നിന്റെ ലക്ക് കൊണ്ടാണ് നിനക്കിത് കിട്ടിയെന്നായിരിക്കും. അവരുടെ കണ്ണിൽ അവർ കാണുന്നത് നമ്മുടെ ഭാഗ്യമാണ്, അല്ല നമ്മുടെ എഫേർട്ട് ആയിരിക്കില്ല. അതായത് നമ്മുടെ വിജയത്തെ അവർക്കങ്ങ് ദഹിക്കില്ല, അവർക്കങ്ങ് ഉൾക്കൊള്ളാൻ പറ്റില്ല. നമ്മുടെ ഭാഗ്യം കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് അവരങ്ങ് വിശ്വസിച്ച് സമാധാനിക്കും. ഇവരുടെ കൂടെ കുറേ നാൾ നമ്മൾ ജീവിച്ചു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടും. നമ്മുടെ കഴിവുകളെ നമ്മൾ സംശയിച്ചു തുടങ്ങും. നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെയുള്ളവരിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിൽ ഒന്നാമതാണ് സെറ്റ് ബൗണ്ടറി. ഇത് പൊതുവെ എല്ലാ നാർസിസിസ്റ്റുകളിൽ നിന്നും നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് രീതി ഒന്ന് തന്നെയാണ്. ഒന്നാമത്തത് സെറ്റ് ബൗണ്ടറി. അതായത് നോ പറയേണ്ടടുത്ത് നോ പറയുക. അവരോട് ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആവാൻ ഒരിക്കലും പേടിക്കരുത്. പിന്നെ രണ്ടാമത്തെന്ന് പറയുന്നത് ഇവരിങ്ങനെയാണ്, ഇവരുടെ ശൈലി ഇങ്ങനെയാണ് എന്ന് കരുതി വിട്ടുവീഴ്ച ചെയ്യരുത്. അവരുടെ മാനിപ്പുലേഷന് നമ്മൾ തിരിച്ചറിയാൻ വേണം, അതിൽ പെട്ടുപോകാതിരിക്കണം. അതിനുവേണ്ടി അവരിങ്ങനെയാണല്ലോ, അവരിങ്ങനെ പാവമാണല്ലോ, പക്ഷെ അവരുടെ ശൈലി ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കും എന്ന് കരുതി നമ്മൾ വിട്ടുവീഴ്ച ചെയ്യരുത്. അത് നമ്മളെ മെന്റലി വല്ലാതെ ബാധിക്കും. ഒരുപാട് കാലം ഇവരുടെ കൂടെ ജീവിച്ചു കഴിയുമ്പം നമ്മളിത് വല്ലാതെ ബാധിക്കും. പിന്നെ ലിമിറ്റ് കോണ്ടാക്ട്. ഇവരുടെ അടുത്തുനിന്ന് പറ്റുന്നത്രയും അകലാൻ ശ്രമിക്കുക. പിന്നെ വരുന്നത് ലാസ്റ്റ്, സീക്ക് സപ്പോർട്ട്. പ്രൊഫഷണൽ സപ്പോർട്ട് തന്നെ, അതായത് തെറാപ്പി പോലെയുള്ള പ്രൊഫഷണൽ സപ്പോർട്ട് നമ്മുടെ മെന്റൽ സ്റ്റെബിലിറ്റിയെ കീപ്പ് ചെയ്യാൻ വേണ്ടി എടുക്കുക. അത് അത്യാവശ്യമാണ്. പിന്നെ ചുരുക്കി പറയുകയാണെങ്കിൽ ഇവരുടെ സൈലന്റ് മൂവ്മെന്റ് ആയതുകൊണ്ടും ഇവരുടെ വളരെ സൈലന്റ് ആയ രീതികളായതുകൊണ്ടും ഇവരെ അത്ര പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവരുടെ മാനിപ്പുലേഷൻ നമ്മൾ രക്ഷപ്പെടണം. ഇവരിൽ നിന്നും നമ്മൾ രക്ഷപ്പെടണം, അല്ലെങ്കിൽ നമ്മളെ അത് ബാധിക്കും. അതുകൊണ്ട് പ്രൊഫഷണൽ ഹെൽപ്പ് തന്നെ തിരഞ്ഞെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ചുരുക്കിയാണ് ഞാൻ പറഞ്ഞത്. ഇനി ഒരു വീഡിയോ കൂടി ചെയ്യാനുണ്ട്, മലിഗ്നന്റ് നാർസിസിസം, ഏബൽ റഞ്ജുവിന്റെ റിക്വസ്റ്റ് പ്രകാരം. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും വേറെ ഏതെങ്കിലും ടോപ്പിക്ക് സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് എനിക്കും ഹെൽപ്ഫുൾ ആയിരിക്കും, എനിക്ക് സന്തോഷമാകും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അതുപോലെ ഇപ്പം ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്ത എക്സ്പീരിയൻസ് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ തോട്ട്സ് എന്താണോ അതും കൂടി പറയുകയാണെങ്കിൽ അത്രയും സന്തോഷം. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു ടോപ്പിക്കുമായി കാണാം. അതുവരെ താങ്ക് യു.